നവീകരിച്ച മഹാകവി പള്ളത്തിരാമൻ സാംസ്കാരിക കേന്ദ്രം കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. എംഎൽഎ KJ മാക്സി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.45 കോടി രൂപയോളം ചിലവഴിച്ചാണ് സാംസ്കാരിക കേന്ദ്രം നവീകരിച്ചത്. നവീകരിച്ച മഹാകവി പള്ളത്തിരാമൻ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മേയർ എം അനിൽകുമാർ നിർവഹിച്ചു. ഈ വർണ്ണ വെളിച്ചത്തിൽ മനോഹരമായ ഒരു ഉദ്ഘാടന പ്രസംഗത്തിൽ കഥകളിയും കളരിപ്പയറ്റും മോഹിനിയാട്ടവും കേരളവും മലയാളവും ഒരുമിച്ച് ചേരുന്ന കേരളത്തിന്റെ മലയാളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന ഒരുപക്ഷെ ഓണത്തിന്റെ പ്രത്യേകതകളുടെ കൂടി പശ്ചാത്തലത്തിൽ ഒരു ഉദ്ഘാടന സമ്മേളനത്തിന് മുമ്പ് ഏറ്റവും അവിസ്മരണീയമായി നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തോടൊപ്പം കൊച്ചിയുടെ മേയർ എന്ന നിലയിൽ അഭിമാനത്തോടെ സന്തോഷത്തോടെ നിങ്ങളുടെ അനുവാദത്തോടെ നമ്മുടെ ഈ നവീകരണ പദ്ധതി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. എംഎൽഎ KJ മാക്സി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്മാർട്ട് സിറ്റി മിഷന്റെ ഫണ്ട് ഒരിക്കലും ഇവിടെ കൊണ്ടുവരാൻ കഴിയില്ല. കൊച്ചി മേയറിന്റെ വലിയ ഇടപെടലുകളാണ് സ്മാർട്ട് സിറ്റി മിഷന്റെ പ്രവർത്തന ഡിവിഷനുകളിലും ഈ വികസന പ്രവർത്തനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള വലിയ ഇടപെടലുകൾ. അതാണ് നമ്മളിന്ന് എല്ലാവരും ഏറ്റവും കൂടുതൽ കൊച്ചിയിലെ ജനങ്ങൾ എത്തിച്ചേരുന്ന ഒന്നാണ് പള്ളത്തിരാമൻ സാംസ്കാരിക കേന്ദ്രം. കൊച്ചിയിലെ സാംസ്കാരിക മേഖലയ്ക്ക് വലിയ മാറ്റം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് പള്ളത്തിരാമൻ. ഡെപ്യൂട്ടി മേയർ KA അൻസിയ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ TK അഷ്റഫ്, VA ശ്രീജിത്ത്, മാലിനി കുറുപ്പ്, സീന ഗോകുലൻ, പ്രതിപക്ഷ കക്ഷി നേതാവ് ആന്റണി കുരീത്തറ, കൗൺസിലർമാരായ ഷീബാലാൽ, ശൈല തദേവൂസ്, M ഹബീബുള്ള, രഘുറാം J പൈ, CSML CEO ഷാജി V നായർ, BJP ജില്ലാ പ്രസിഡന്റ് KS ഷൈജു, നഗരസഭാ സെക്രട്ടറി PS ഷിബു എന്നിവർ പ്രസംഗിച്ചു. 1.45 കോടി രൂപയോളം ചിലവഴിച്ച് കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നഗരസഭ പള്ളത്തിരാമൻ കേന്ദ്രം നവീകരിച്ചതെന്ന് ഡിവിഷൻ കൗൺസിലർ പ്രിയ പ്രശാന്ത് പറഞ്ഞു. നമ്മുടെ പല ഇതുപോലുള്ള പൊതുസ്ഥലങ്ങളെ വളരെയധികം ഒരു നാശത്തിലാക്കിക്കൊണ്ടാണ് കോവിഡ് കടന്നുപോയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൗൺസിൽ കാലഘട്ടം പല പൊതുസ്ഥലങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ട ഒരു ചുമതല കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അതിന് താങ്ങായിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ മോദി സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതി നമ്മൾക്ക് കൊച്ചിയിൽ ഇടം പിടിച്ചത്. ആ സ്മാർട്ട് സിറ്റി പദ്ധതിയിലൂടെ ഉൾപ്പെടുത്തിയാണ് ഇന്ന് ഈ മഹാകവി പള്ളത്തിരാമൻ സാംസ്കാരിക കേന്ദ്രം നവീകരിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 540 രൂപയുള്ള നമ്പീഷൻ ലൈ ഇപ്പോൾ 493 രൂപയ്ക്ക്. ബിസ്മിയുടെ എല്ലാ മസാലപ്പൊടികൾക്കും കൂടാതെ അരി, ശർക്കര, പായസപ്പരിപ്പ്, സൺറിച്ച് ഓയിൽ, മിൽക്ക് മെയ്ഡ് തുടങ്ങി എല്ലാ സാധനങ്ങൾക്കും ഓഫറല്ലേ. ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ് നിയർ ശ്രീനാരായണ ഹാൾ, ചുള്ളിക്കൽ, കൊച്ചി.